ഒന്ന് ശമൂവേൽ 14 അധ്യായം. ബാരക്കുമോർ. ഒരു ദിവസം ശൗലിൻ്റെ മകൻ യോനാഥൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ലതാനും. ശൗൽ ഗിബെയയുടെ അതിരിങ്കൽ മാഖോനിലെ മാതൃനാരകത്തിൻ്റെ കീഴിലിരിക്കുകയായിരുന്നു. അവനോട് കൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. ശീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫിനെഹാസിന്റെ മകനായ ഈഖാബോദിന്റെ സഹോദരനായ അഹീതൂബിന്റെ മകൻ അഹിയാവായിരുന്നു അന്നു ഏഫോദ് ധരിച്ചിരുന്നത്. യോനാനാഥൻ പോയതു ജനം അറിഞ്ഞില്ല. യോനാനാഥൻ ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടന്തോണുകാരനായ ഓരോ പാറ ഉണ്ടായിരുന്നു. ഒന്നൊന്നിനു ബോസേസ് എന്നും മറ്റേതിനു സേന എന്നും പേർ. ഒന്നു വടക്കുവശം മാക്സിമാസിനു മുഖമായും മറ്റേത് തെക്കുവശം ഗിബെയക്കിനു മുഖമായും തൂക്കി നിന്നിരുന്നു. യോനാനാഥൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമ്മുടെ ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെ ഒക്കെയും ചെയ്തു കൊള്ളുക, നടന്നു കൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാനാഥൻ പറഞ്ഞതോ, നാം അവരുടെ നേരെ ചെന്നു അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽപ്പിൻ എന്നു അവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറി പോകാതെ നിന്നിടത്ത് തന്നെ നിൽക്കണം. എങ്ങോട്ടോ കയറി വരുവിൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിനോ അതോ നമുക്ക് അടയാളമായിരിക്കും. അങ്ങനെ അവർ ഇരുവരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിനു തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ, ഇബ്രായർ വെച്ചിരുന്ന കുത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാനാഥനോടും അവൻ്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങൾ ഒന്നു കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യോനാനാഥൻ തൻ്റെ ആയുധവാഹകനോട്, എൻ്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാനാഥും അവൻ്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ചു കയറി. അവർ യോനാനാഥൻ്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവൻ്റെ പിന്നാലെ കൊണ്ടും നടന്നു. യോനാനാഥനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യസംഹാരത്തിൽ ഒരു കാണ നിലത്തിൻ്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമായുണ്ടായി. പാളയവും പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബെയയിൽ നിന്നു ശൗലിന്റെ കാവൽക്കാരൻ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി, നമ്മിൽ നിന്നു പോയവർ ആരെന്നറിവിൻ എന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാനാഥും അവൻ്റെ ആയുധവാഹകനുമില്ലായിരുന്നു. ശൗൽ അഹിയാവിനോട്, ദൈവത്തിൻ്റെ പെട്ടകം എവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പെട്ടകം അക്കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കലുണ്ടായിരുന്നു. ശൗൽ പുരോഹിതന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യരുടെ പട്ടാളത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്ക എന്ന് പറഞ്ഞു. ശൗലും അവിടെ കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടയ്ക്കു ചെന്നു. അവിടെ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരുന്നത് കണ്ടു. മുൻപേ ഫെലിസ്ത്യരോട് ചേർത്ത് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിന് വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാനാഥനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലരൊക്കെയും ഫെലിസ്ത്യർ തോറ്റോടി എന്ന് കേട്ടയുടനെ അവരും പടയിൽ ചേർന്ന് അവരുടെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത്ആവെൻ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുൻപും താൻ നിന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ശൗൽ പറഞ്ഞു. ജനത്തെ കൊണ്ട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രായേൽ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തനും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും കാട്ടുപ്രദേശത്തെത്തി. അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിട്ട് വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ടു ആരും തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല.
യോനാനാഥനോ തൻ്റെ അപ്പൻ ജനത്തോട് കൊണ്ടു സത്യം ചെയ്തതു കേൾപ്പാതിരിക്കാത്തതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അത് എടുത്തു തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണു തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്നു യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ ജനത്തെ കൊണ്ടു സത്യം ചെയ്തിരിക്കൊണ്ടു ജനം ക്ഷീണിച്ചു മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാനാഥൻ, എൻ്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി ഞാൻ ഈ തേൻ അല്പം ആസ്വദിക്കൊണ്ടു എൻ്റെ കണ്ണു തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിനു കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്നു അവരെടുത്തു ഇന്നു വീണ്ടും പോലെ ഭക്ഷിച്ചിരിക്കുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫിലിസ്ത്യരുടെ അപജയം അത്ര വലുതല്ലല്ലോ എന്ന് പറഞ്ഞു. അവർ ഇന്നു മിക്മാസ് മുതൽ ആയോർ വരെ ഫിലിസ്ത്യരുടെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നുപോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്നു ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ചു നിലത്തു വെച്ചു അറുത്ത് രക്തത്തോടുകൂടെ നിന്നു. ജനം രക്തത്തോടെ തിന്നതിനാൽ യഹോവയോട് പാപം ചെയ്തു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു. ഒരു വലിയ കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിൻ്റെ ഇടയിൽ എല്ലായിടവും ചെന്നു അവരോട് ഓരോരുത്തൻ താൻ തൻ്റെ കാളയെയും ആടിനെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇവിടെ വെച്ച് അറുത്തു തിന്നുകൊള്ളുവിൻ. രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. ശൗൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അതും അവൻ യഹോവയ്ക്കു ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫിലിസ്ത്യരെ പിന്തുടർന്നു പുലരുവോളം അവരെ കൊള്ളയടിക്കുക, അവരിൽ ഒരുത്തനും ശേഷിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തു കൊള്ളുക എന്നവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ അവൻ ദൈവത്തോട്, ഞാൻ ഫിലിസ്ത്യരുടെ പിന്തുടരുമോ? നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ ജനത്തിന്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചതോ ഏത് കാര്യത്തിൽ നിന്ന് അന്വേഷിച്ചറിവിൻ. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണ്. അതോ തൻ്റെ മകൻ യോനാനാഥിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയമെന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവ്വജനത്തിനും ഒരുത്തനും തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിനോടും, നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിൽപ്പിൻ, ഞാനും എൻ്റെ മകനായ യോനാനാഥും വന്ന് ഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് നേർവെളിപ്പെടുത്തി തരയണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാനാഥിനും ചീട്ട് വീണു. ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എൻ്റെ മകനായ യോനാനാഥിനും ചീട്ടിടുവിൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാനാഥിന് വീണു. ശൗൽ യോനാനാഥിനോട്, നീ എന്തു ചെയ്തു എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാനാഥൻ അവനോട്, ഞാൻ എൻ്റെ വടിയുടെ അറ്റം കൊണ്ടു അല്പം തേൻ ആസ്വദിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു ശൗൽ, ദൈവം നിന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ, യോനാനാഥൻ നീ മരിക്കണമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേൽ ഈ മഹാരക്ഷ പ്രവർത്തിക്കായി യോനാനാഥൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവൻ്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോട് കൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാനാഥിനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫിലിസ്ത്യരുടെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫിലിസ്ത്യരും തങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ശൗൽ ഇസ്രായേലിൽ രാജ്യത്തമേറ്റ ശേഷം മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സെബാ രാജാക്കന്മാർ, ഫിലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോട് യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ചു. അമോലേക്യരെ ജയിപ്പിച്ചു. ഇസ്രായേലരെ കവചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാനാഥ്, ഷെനി, മൽക്കീശ എന്നിവയായിരുന്നു. അവന്റെ 2 പുത്രിമാർക്ക് മൂത്തവൾക്കു മേരബ് എന്നും ഇളയവൾക്കു മീഖാൽ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്കു അമീനോം എന്നു പേരായിരുന്നു. അവൾ അഹീമാസിന്റെ മകൾ. അവന്റെ സേനാധിപതിക്കു അബ്നേർ എന്നു പേർ. അവൻ ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീശും അബ്നേരിന്റെ അപ്പനായ നേരും അബീയേക്കിന്റെ മക്കളായിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെ ഫിലിസ്ത്യരോട് കഠിനയുദ്ധമുണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു ശൂരനോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.